നമസ്കാരം. കാപ്പയിൽ സുഗതനെ കുടുക്കിയവർക്ക് മധ്യപ്രദേശിൽ നിന്ന് പണി വരുമോ? പോക്സോ കേസ് കുരുക്കിൽ വി.കെ. പ്രശാന്തും എം.വി. ഗോവിന്ദനും വി. ശിവൻകുട്ടിയും പെടും. വട്ടിയൂർക്കാവിലെ രാഷ്ട്രീയ പോര് പുതിയ തലത്തിലേക്ക്. ഇങ്ങനെ ഒരു കുറിപ്പ് ഇന്ന് രാവിലെ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടപ്പോൾ അത് പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. ഇത് ചില ബി.ജെ.പിക്കാരുടെ ഒരു സ്വപ്നമാണ്. കുറച്ച് ദിവസങ്ങളായി അവരിത് ഈ രീതിയിലൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. CPM-മാരെ കൂട്ടത്തോടെ അങ്ങ് ഏറിൽ നിർത്താമെന്ന്. ഒരിക്കലും നടക്കാത്ത സ്വപ്നം കാണുന്നതിന് കേന്ദ്ര സർക്കാർ GST ഒക്കെ ഒഴിവാക്കിയിരിക്കുക. അതുകൊണ്ട് എന്ത് സ്വപ്നവും ആർക്കും കാണാം. വാഴോട്ട് പോണം കൗൺസിലർ സുഗതനെ കാപ്പ കേസിൽ ജയിലിലായതിന് പിന്നിലെ ശക്തി വട്ടിയൂർക്കാവിലെ മുൻ MLA വി.കെ. പ്രശാന്തുമായുള്ള രാഷ്ട്രീയ തർക്കങ്ങളാണെന്നാണ് പരക്കെ ഇവർ പ്രചരിപ്പിക്കുന്ന ആക്ഷേപം. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ CPM കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് പുതിയൊരു നിയമക്കുരുക്ക് അണിയറയിൽ ഒരുങ്ങുന്നുവെന്നുള്ള മറുപ്രചാരണം BJP അഴിച്ചുവിട്ടത്. സുഗതനെ അഴിക്കുള്ളിലാക്കാൻ ചരട് വലിച്ചവരെ തേടി മധ്യപ്രദേശ് പോലീസ് പോക്സോ കേസ് എത്തിയേക്കുമെന്നാണ് പ്രചാരണം. ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട വൈറൽ പെൺകുട്ടിയുടെ വിവാഹം അത് ശൈശവ വിവാഹമായിരുന്നുവെന്ന വിലയിരുത്തലിൽ മധ്യപ്രദേശിലെ പോലീസിന്റെ കേസ് കടുക്കുകയാണ്. BJP ഭരിക്കുന്ന മധ്യപ്രദേശിലെ പ്രത്യേക കോടതി ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ ഇവിടുത്തെ ആ കല്യാണത്തിൽ പങ്കെടുത്ത വി.കെ. പ്രശാന്ത് ഉൾപ്പെടെയുള്ള CPM നേതാക്കളും കേസിൽ പ്രതിയാകാൻ സാധ്യതയുണ്ടെന്നാണ് പുതിയ പ്രചാരണം. അങ്ങനെ വന്നാൽ സുഗതനെ കുടുക്കിയവർ ഒന്നിച്ച് പോക്സോ കേസിന്റെ വലയിലാകുമെന്നും പ്രചരിപ്പിക്കുന്നു. അങ്ങനെയാണ് പ്രചാരണം. ഓലപ്പാമ്പിനെ കാണിച്ച് പേടിപ്പിച്ചാൽ പേടിച്ച് വിറച്ച് മാളത്തിൽ കയറുമെന്നാണ് ഇവരുടെയൊക്കെ വിചാരം. അതാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നാണ്. കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട കേസിൽ ഭർത്താവ് മുഹമ്മദ് അർമാൻ നൽകിയ ഹർജി അത് കേരള ഹൈക്കോടതി തള്ളി. ശരിയാത്. അർമാന്റെ മുൻകൂർ ജാമ്യാപേക്ഷ മധ്യപ്രദേശ് പ്രത്യേക കോടതി തള്ളിയ സാഹചര്യത്തിലാണ് കേരളത്തിൽ തുടരുന്ന ഇവർക്ക് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് കേരള ഹൈക്കോടതിയെ സമീപിച്ചത്. അതാണ് തള്ളിയത്. പക്ഷേ കോടതി നിരീക്ഷിച്ചത് അധികാര പരിധിക്ക് പുറത്താണെന്നാണ് കേരള ഹൈക്കോടതി നിരീക്ഷിച്ചത്. പെൺകുട്ടിയുടെ പിതാവ് നൽകിയ പോക്സോ കേസിൽ പ്രതിയായ ഹർമാൻ അന്വേഷണവുമായി സഹകരിച്ചിട്ടില്ലെന്നും സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും നിരീക്ഷിച്ചാണ് മധ്യപ്രദേശ് കോടതി അയാൾക്ക് ജാമ്യം നിഷേധിച്ചത്. ഈ സാഹചര്യത്തിൽ ഹർമാനെ അറസ്റ്റ് ചെയ്യാൻ മധ്യപ്രദേശ് പോലീസ് നീക്കം ശക്തമായി. എന്നാൽ കേസ് ശൈശവ വിവാഹ നിരോധന നിയമത്തിന്റെ പരിധിയിലും പോക്സോ പരിധിയിലും വരുമെന്നും കഥ മാറുമെന്നുമാണ് ഇവിടുത്തെ BJP-ക്കാരുടെ പ്രചാരണം. കേരളത്തില് ഏറെ ആഘോഷിക്കപ്പെട്ട ഈ വിവാഹ ചടങ്ങിൽ CPM സംസ്ഥാന സെക്രട്ടറി M.വി. ഗോവിന്ദനും അന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന വി. ശിവൻകുട്ടിയും വി.കെ. പ്രശാന്തും ഒക്കെ പങ്കെടുത്തിരുന്നു. ശൈശവ വിവാഹമാണെന്ന് അറിഞ്ഞോ അറിയാതെയോ ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതും നിയമപ്രകാരം കുറ്റകരമാണ്. അത് ശരിയാ. പക്ഷെ അവരൊക്കെ അത് അറിഞ്ഞുകൊണ്ടാണോ പോയത്? അവരറിഞ്ഞുകൊണ്ടല്ല പോയത്. BJP ഭരണത്തിലുള്ള മധ്യപ്രദേശിലെ പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അത് കാണിച്ചാണ് ഓലപ്പാമ്പിനെ പോലെ ഇവിടെ പേടിപ്പിക്കുന്നത്. കല്യാണത്തിൽ പങ്കെടുത്ത പ്രമുഖരെയും കേസിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ മധ്യപ്രദേശ് പോലീസ് തുനിഞ്ഞിറങ്ങിയാൽ അത് കേരളത്തിലെ CPM-ന് വലിയ തിരിച്ചടിയാകുമെന്നാണ് മറ്റൊരു പ്രചാരണം. പിന്നെ കല്യാണത്തിൽ പങ്കെടുത്തവരെ മുഴുവൻ അങ്ങ് പ്രതിയാക്കുമല്ലേ? കോർപ്പറേഷൻ വാർഡിലെ രാഷ്ട്രീയ തർക്കങ്ങളുടെയും വി.കെ. പ്രശാന്തുമായുള്ള വ്യക്തിപരമായ ഭിന്നതകളുടെയും അതിന്റെയൊക്കെ പേരിലാണ് കൗൺസിലർ സുഗതനെ കാപ്പ ചുമത്തി അഴിക്കുള്ളിലാക്കിയതെന്നാണ് സുഗതൻ അനുകൂലികൾ പ്രചരിപ്പിക്കുന്നത്. ഇതൊന്നും നടക്കില്ലെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും. ഒരു കല്യാണത്തിൽ പങ്കെടുക്കുന്നവരെ മുഴുവൻ അങ്ങ് പ്രതികളാക്കുമോ? അത് പോക്സോ കേസ്. ഇങ്ങനെയൊക്കെ സ്വപ്നം കാണാം. കാരണം തലയിൽ ചാണകമല്ലയോ. അതുകൊണ്ട് എന്തും ചിന്തിക്കാം, സ്വപ്നം കാണാം.